ഹായ്, എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്തുക്കുടിച്ചായൻ. ഞാനിന്ന് ഈ വഴി കടന്നു പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ എൻ്റെ കണ്ണിലൂടെ ഓടിപ്പോയ കുറേ വർഷങ്ങളായിട്ട് ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പിഴക് പാലത്തിനടുത്ത് ഒരു വീട്. ആ വീട്ടിൽ ലൈജു എന്നൊരു നല്ലൊരു കർഷകൻ്റെ വീടാണ്. കൃഷിയേക്കാളും കൂടുതൽ പുള്ളി ചെടിയെ വളരെ മനോഹരമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ ബൊഗേൻവില്ലയുടെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും. പല ഈ മെയിൻ റോഡും അതുപോലെ തന്നെ വെയിലടിക്കുന്നതുമായ നല്ല സ്ഥലം, അതുപോലെ അതിനുള്ള മതിലുകളൊക്കെ അതിന് തീർത്തിട്ടിട്ട് ആ മതിലുകളിൽ മുഴുവൻ ബൊഗേൻവില്ലയുടെ കളക്ഷൻസാണ്. നമുക്ക് ലൈജുവായിട്ടൊന്ന് സംസാരിക്കാം. ലൈജു പ്ലീസ്. ലൈജു, ഇത് എത്ര വർഷമായി ഈ ബൊഗേൻവില്ലയുടെ ഈ കളക്ഷനും ഈ ഇതൊക്കെ തുടങ്ങിയിട്ട്? 32 വർഷമായി. എത്ര? 32 വർഷമായി. അപ്പം ലൈജുവിൻ്റെ പ്രായം എന്നാണെന്ന് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയല്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ 1-2 കമ്പൊക്കെ വെച്ചായിരിക്കും ആദ്യം തുടങ്ങിയത് അല്ലേ? ഇവിടെ അടുത്തങ്ങ് നഴ്സറിയിലായിരുന്നു. പല വഴി കൂടെ നിന്നും പല വീടുകളിൽ നിന്നും ഓരോ കമ്പുകൾ ശേഖരിച്ചാണ് ഞാൻ അന്നിട്ട് ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ചത്. നിങ്ങൾ അന്ന് കമ്പ് മേടിച്ചാൽ ഇപ്പം വഴിയെ പോകുന്നവരൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കമ്പ് കണ്ടാനം മുറിച്ച് കൊടുക്കാമെന്നൊരു ഇത് കേട്ട് ഞാൻ കൊടുക്കും. ഇവിടെ ആരും വന്നാലും ചെടി ഞാൻ കൊടുക്കുമല്ലേ. നമ്മൾ പല പ്രാവശ്യം കടന്നു പോയാലും ഉണ്ടല്ലോ, വന്ന് കയറി ചോദിക്കുക എന്നുള്ള ഒരു ഇത് വന്നിട്ടാണ്. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന കാരണം ധൈര്യമായിട്ട് കയറിയതാണ്. നമ്മളെ ഇറക്കി പിടിയാണെന്നറിയാം, അതുകൊണ്ട് കയറിയതാണ്. ഇത് എത്ര വെറൈറ്റി ബൊഗേൻവില്ലയാണ്? വെറൈറ്റി ഒത്തിരി ഉണ്ട്, എനിക്കറിയില്ല. അറിയില്ല, എണ്ണൊന്നുമില്ല. എല്ലാ വെറൈറ്റി ഇവിടെ ഉണ്ട്. ഇത് ഏത് വെയിറ്റ് ആയത്? ഹവായി വെയിറ്റ് ആണോ അതോ ഹവായി വെയിറ്റാ? പൂന വെയിറ്റ് താഴെയുണ്ട്. ഹവായി വെയിറ്റ് അല്ലേ? ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ ഇത്. അതിൻ്റെ പേരറിയാമോ? പേരറിയത്തില്ല, എല്ലാ കളറും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ പേര് എന്തോ ഒരു വെറൈറ്റി സാധനമാണ്, ഇന്നുവരെ കാണാത്ത ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇത് മഹാറാണി, എല്ലാവരും വളരെ ഓമൻസ് നോക്കുന്ന ഒരു സാധനമാണ് മഹാറാണി. ഇതിൽ തന്നെ നോക്കാം എത്ര കളേഴ്സ് പൂവാണെന്ന് നോക്കിയാൽ അറിയാം. ഒരു 4 കളറാണ്, 4 കളർ വരും. മഹാറാണിയുടെ നല്ല ഒരു പ്ലാന്റാണിത്. ഇത് മഹാറാണിയുടെ സ്ലീപ്പിംഗ് വെറൈറ്റിയാണ്. സ്ലീപ്പിംഗ് മഹാറാണിയുടെ തന്നെ സ്ലീപ്പിംഗ് വെറൈറ്റിയാണ് ഇത്. ഒരു വെറൈറ്റി ഇത് പ്ലാന്റഡ് അല്ലേ? ഇത് പ്ലാന്റഡിൻ്റെ ഇനത്തിൽ പെട്ടതാണ്. ഇത് വളരെ മനോഹരമായിട്ട് അങ്ങോട്ട് ചായച്ച് കിടക്കാൻ കണ്ടാൽ തന്നെ കണ്ണ് തന്നെ മഞ്ചിപ്പോകുന്നുണ്ട്. ഇതും ഒരു വെറൈറ്റി ആയിട്ടാണ്. ഇതിന് യെല്ലോ, പിങ്ക്, 2 കളേഴ്സ് പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി ആയിട്ട്. ലൈജുവിൻ്റെ മാതിരി എനിക്ക് ഇതിൻ്റെ പേരുകളൊന്നും അത്ര നിശ്ചയമില്ല. ഇതും ഒരു വെറൈറ്റി സൈസാണ്, ചെടിയാണ്. ഇതിൻ്റെ ഇങ്ങനെ കമ്പൊക്കെ വെച്ച് വിടാനുണ്ട്. ഇത് റൂബി റെഡാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതെല്ലാം മെയിൻ്റെനൻസ് ചെയ്യുന്നത്. വളമൊക്കെ എപ്പോൾ കൊടുക്കും ഇതിന്? വളം നവംബറൊക്കെ തുടങ്ങി, സാധാരണ ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ തുടങ്ങി വളം നന്നായിട്ട് ചെയ്യും. സാറിന് ഇംഗ്ലീഷ് വളങ്ങളാണ് ചെയ്യുന്നത് അതോ? അല്ല, ഞാൻ ഇവിടെ ആട്ടുംകാഷ്ടവും ഒക്കെ അറിയാനുണ്ട്. ഫയറപ്പാലൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു വളരെ മനോഹരമായ ഫയറപ്പാൽ ചെടിയാണ്. ലൈജ് കൂടുതൽ പൂവുണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം നല്ല വെയിലുള്ളതുകൊണ്ട് ഏറ്റവും മെയിൻ വെയിലാണ് വേണ്ടത്. ബൊഗേൻവില്ലയും ഏത് ചെടിയാണെങ്കിലും അല്ലേ? പിന്നെ നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ടോ? നോട്ടമെന്ന് പറഞ്ഞാൽ ശരിക്കും വളമൊക്കെ ഇടുന്നുണ്ട് നല്ല രീതിയിൽ. ആട്ടുകാഷ്ടം അറിയാം, ആരും അങ്ങനെ ശ്രദ്ധിക്കുകയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെടി വെക്കുക, പിന്നെ അതോടുകൂടി പിന്നെ അടുത്ത വർഷം തിരിഞ്ഞു നോക്കും. ഞാൻ 30 വർഷമായിട്ട് ഞാൻ നന്നായിട്ട് ചെടി 30 വർഷമായിട്ട്. ഒരു വർഷം പൂ കുറഞ്ഞ ആൾക്കാർ ചോദിക്കും, ഈ കൊല്ലം ഇച്ചിരി പൂ കുറവാണല്ലോ, ഇച്ചിരി നോട്ടം കുറഞ്ഞതല്ല. ബൊഗേൻവില്ല മാത്രമല്ല, ചെത്തി, അതായത് കൽക്കട്ട ചെത്തിയുടെ വളരെ ഭംഗിയാർന്ന വീടിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും വളരെ ട്യൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെത്തിയാണ്. അത് 2 സൈഡിലും കാണുമ്പം അറിയാം, വളരെ ശ്രദ്ധിച്ച് വളങ്ങളൊക്കെ ഇട്ട് നോക്കുന്ന ചെടികളാണ്. സാധാരണ എല്ലാവരും ബൊഗേൻവില്ലയല്ല എന്ത് ചെടി മേടിച്ചാലും വീട്ടിൽ കൊണ്ട് വെക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കില്ല. അങ്ങനെ വന്നാൽ പൂവുണ്ടാവില്ല, ഒന്നും കാണിക്കില്ല. പക്ഷേ ഇത് അതുപോലെ ആട്ടും കാഷ്ടം, വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് DAP കൊടുക്കുമോ? DAP ഇടയ്ക്ക് കൊടുക്കും. DAP ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് വളം കൊടുത്ത് ചെയ്യുന്ന ഒരു ബൊഗേൻവില്ല തോട്ടം എന്ന് വേണേൽ പറയാം. അതുപോലെ ഭംഗിയായിട്ടൊരു തോട്ടമാണ്. ഇതിൻ്റെ താഴെ പൂന വൈറ്റ് ഉണ്ട്, പല വെറൈറ്റി നിങ്ങൾ കാണാത്ത ഐറ്റങ്ങൾ ഇവിടെയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ മേല, അതുപോലെ ഭംഗിയാണ്. അതുകൊണ്ടാണ് അവിടെ വരണം നിറച്ച് പോകാനായിരുന്നു. അതിൻ്റെ സാധനം അത് പൂന വൈറ്റ്. അവിടെ ഒരു പൂന വൈറ്റ് കാണിച്ചു തരാം. വളരെ മനോഹരമായ ഒരു പൂന വൈറ്റ് നിൽപ്പുണ്ട്. എല്ലാ ചെടികളും നിറച്ചുണ്ട്.
ഇത് അതിന് ഞാൻ എല്ലാവരും പറയും വെക്കുമ്പോൾ ഒരു 14 സൈസ് ചട്ടിയെങ്കിലും വെച്ചെങ്കിൽ ആ ചട്ടിക്ക് ആ ബൊഹേമിലേക്കാണെങ്കിലും ഏത് ചെടിക്കാണെങ്കിലും അതിനുള്ള വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വേരോടാനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ഇതാരും മേടിച്ചാലും ചെറിയ ചട്ടിയിൽ കൊണ്ട് വെക്കും, അതിനെ വേരോടാനോ മറ്റേനുള്ള സൗകര്യം കിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാണിത്. ചെടികൾ വെക്കുമ്പോൾ ഇത്ര മുഴുത്ത ചട്ടി വെക്കുക, അതിനുള്ള വേണ്ട വളങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂവൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ. എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ്, എവർഗ്രീൻ നഴ്സറി ഇനി മറക്കരുതേ. എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ്, എവർഗ്രീൻ നഴ്സറി ഇനി മറക്കരുതേ. 94 47 60 058 94 47 60 058. എവർഗ്രീൻ, 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 എവർഗ്രീൻ. വീടു നമുക്കഭിമാനമല്ലേ, വീടിനൊരാട്ടിത്തം വേണ്ടതല്ലേ. വീടു നമുക്കഭിമാനമല്ലേ, വീടിനൊരാട്ടിത്തം